അങ്ങനെ ഇടുക്കി വന്ന് ഇറങ്ങി കേട്ടോ. മുന്നൂറാ പറയുന്നത്, 300. ഞങ്ങള് കോടതി കയറിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി. അത് മാത്രമല്ല, ഏറ്റവും വലിയ പരിപാടിയാണ് രാവിലത്തത്. 2 ആൾമാരെ ഒരുക്കി സ്കൂളിൽ വിടുക എന്നുള്ളത്. 2 പേര് ഒരു വിധത്തിൽ ഒതുക്കി സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ടിഫിൻ ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വിട്ട് അച്ഛനെ കൊണ്ടാക്കി. എന്നിട്ട് ഞാനൊന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് എനിക്ക് പെയിൻ ഒരു കുറവില്ല. പെയിൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ആയിട്ട് 2ാമത്തെ ദിവസം എനിക്ക് 2ാമത്തെ ദിവസമായിട്ടും നല്ല ഓവർഫ്ലോ ഉണ്ട്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കുമ്മൻ ഇളകി നിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് നല്ലവണ്ണം. അപ്പോൾ കുറേ നേരം ഞാൻ കിടന്നിട്ട് എണീച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടൊരു സാധനം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണം എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് പീരീഡ്സ് ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. കാരണം നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ പീരീഡ്സ് ആണെങ്കിൽ ഒരു 360 ദിവസം ഞങ്ങൾ എല്ലായിടത്തും പോകുന്നതെന്ന് പറയാം. കാരണം നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. കടയിൽ പോകണം, പർച്ചേസിന് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് വേണം. പിള്ളേർ സ്കൂളിൽ വിടണം പോകണം. അപ്പം വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന സമയമല്ല. അപ്പം നമുക്ക് നോർമലി ഞാൻ എൻ്റെ പീരീഡ് ടൈമിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന നമ്മൾ പാടായിരുന്നു. അപ്പം അത് വെച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്തൊന്ന് മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവട്ടീൻ്റെ ഈ പീരീഡ് കെയർ ഡിസ്പോസബിൾ പാൻറ്റീസ് ഉപയോഗിച്ച പിന്നെ അതിൻ്റെ കാര്യം ഓർമ്മയെ വരത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കംഫർട്ടായിട്ട് പോകാം. കാരണം 360 ഡിഗ്രി ഇത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർനൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡോറോമ നമുക്ക് വല്ലാത്ത പാട് ഉപയോഗിക്കും. നമുക്ക് പുറത്തും ഒരു സ്മെല്ല് ഫീൽ ചെയ്യത്തില്ല. അങ്ങനത്തെ സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ ഇത് 2x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ്. കൂടാതെ ഇതിൽ സാഫ്ലവറും നീമും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല ഹൈജീനും കംഫർട്ടുമാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് M2 ലാർജ് സൈസ് ആണ്. ഇത് സെന്റിമീറ്റർ വരുന്നത് 60 to 100 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഹെവി ഫ്ലോ ആണെങ്കിൽ അതിൻ്റെ അടുത്ത സൈസ് യൂസ് ചെയ്യാം. കാരണം ഇത് എല്ലാവർക്കും ഇപ്പം ഭയങ്കര വണ്ണമുള്ളവർക്കാണെങ്കിലും വേണം, നല്ലോണം ഇലാസ്റ്റിറ്റി ഉള്ള ടൈപ്പാണ്. വലിയ നമുക്ക് ഏത് സൈസുകാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് അത്ര ഭയങ്കര ഹെവി ഫ്ലോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഓവർഫ്ലോ ഉണ്ട്. അപ്പോൾ പുറത്ത് പോയാൽ പറ്റിയ സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതി, അതായത് പാഡ് ലൈൻ ഒന്നും കാണാത്ത രീതി നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ 2x ഫാസ്റ്റർ അബ്സോർപ്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിൽ അഡ്വാൻസ്ഡ് വെറ്റ്നസ് ലോക്ക് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആഫ്റ്റർ ഡെലിവറി ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ബോഡി ഹഗ്ഗിങ് ആണ്. പിന്നെ നമുക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനും പറ്റും. ഇതിന്റെ ടോപ്പ് ലെയർ ഭയങ്കര ജെന്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഷനി കംഫർട്ടാണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മേടിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അവള് വരെ ഒളിപ്പിച്ച് വെച്ചേക്കാണേ. ലച്ചുവിനെ അമ്മീനെ ആദ്യമായിട്ട് കേട്ടോ. ഞാൻ കുളിച്ചൊക്കെ ഇറങ്ങിയിട്ട് കടലെങ്കിൽ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നല്ലേ. അടുത്ത് വന്നിട്ടെ നോക്കുവാ എൻ്റെ അടുത്ത്. അമ്മ ഞാൻ എടുത്ത്
ഇവിടെ വാ, ഇവിടെ ഉണ്ട്. എന്റെ അമ്മ അടുത്തോളം എടുക്കണം. ഇട്ടൂടെ നോക്കിയാലോടി. ഇവൾമാർക്ക് ഇന്നലെ പനി കുറഞ്ഞേ ഉള്ളു കേട്ടോ. ഇവക്കും പനി, ഇപ്പൊ എനിക്ക് പനി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊന്നും കൊടുക്കാത്ത അതുകൊണ്ട് കേട്ടോ. പിന്നെയും പനി വരും രണ്ടുപേർക്കും. എന്റെ ചെവി രണ്ടും അടഞ്ഞിരിക്കും, എനിക്കൊന്നും കേക്കത്തില്ല. വീടോ? വീടൊന്നുമില്ല. ഇനി വന്നെ അച്ഛനെ എടുക്കട്ടെ, ഇങ്ങോട്ട് വന്നേ. എന്റെ അമ്മീ, എന്റെ അമ്മ നീ പറഞ്ഞു നിങ്ങളെ കൊറേ ദിവസമായി കണ്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞറിയോ? കുമാരിമ്മക്ക് പ്രഷർ കൂടി. അമ്മ പറഞ്ഞില്ലേ ഞങ്ങളുടെ ബിപി ഭയങ്കര ആശുപത്രിയിലേക്ക് ആയോ? അപ്പൊ ഇവിടെ വിളിച്ചിട്ട് പറയാ, നീ വല ഇങ്ങോട്ട് വാ, പെട്ടെന്ന് ഓടി വാ. ഇവിടെ ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഇല്ല, ആശുപത്രി ഡ്രൈവർ ഇല്ല, ഓടി വേണം. ഇവിടെ പറയുക ഒരു മാറ്റം ഇല്ലല്ലോ അവിടെ. വെള്ളച്ചിന് വലിയ മാറ്റമൊന്നുമില്ല. ഇതിന് ആമയല്ലേ ഇവളപ്പ ചെറുതായി പോയി. ഇതൊക്കെ വലിയ മുറുക്കമായിരുന്നല്ലോ. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് തന്നെയല്ലേ ചെയ്ത്. അതുകൊണ്ട് ഡപ്പോട്ടപ്പോ ടപ്പോട്ടപ്പോ അക്കരൻ നിന്നോട് കണ്ണിറക്കുന്ന അങ്ങനെ. മറ്റേ അവധി എല്ലാവർക്കും പുതിയ അവധി ആയിരുന്നപ്പോ മാത്രം രാവിലെ ഒട്ടും ഒരു എന്റെ അവസ്ഥ. ഫ്ലൈറ്റിനകത്ത് എടുത്തിരുന്ന പെണ്ണൊക്കെ ഞെട്ടിയിട്ടാണ് എടീക്ക് ഓടുവാൻ പെണ്ണ്. ഇവിടെ ഛർദിക്കും, നേരത്തെ അതാ ടെൻഡൻസി അല്ലേ വോമിറ്റ് ചെയ്യാനായിട്ടേ. പക്ഷെ അത്രയ്ക്ക് ഛർദിനൊന്നും വന്നില്ല. അവിടെ കവറുണ്ട്, ഛർദിച്ചു. എന്നിട്ട് അതല്ല പ്രശ്നം. ഇറ്റാമ്മ എനിക്ക് പനിയായിരുന്നു. ഇറ്റാമ്മ എല്ലാ സാധനം എന്തോ ചൂടാന്ന് പറഞ്ഞ. ഏകദേശം ഇവിടുന്ന് പോയപ്പോൾ അപ്പോഴേ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ട് പോയപ്പോ ഇവിടുന്ന് ജലദോഷം പനിയായിട്ട് പോയി. അവരോട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റൽ ചേച്ചീനെ ആക്കിയെന്ന് പറഞ്ഞില്ലേ, ചേച്ചിക്ക് കൊടുത്തില്ല സാധനം. ഞാൻ മൂക്കെല്ലാം ഒഴുക്കുണ്ട്. കുഞ്ചുനിച്ച് തന്നെ ഇന്ന് തിന്നുന്ന കുഞ്ചുനില്ലേ മോൻ തരും. എൻ്റെ പൊണ്ണ് തരും. അവിടെ മോണ്ട കണ്ടോ. ആണോ? അമ്മ ഓടിച്ചേരാ മോനെ. 5 കിലോയെ ഞാൻ കുറഞ്ഞ. 5 കിലോ ഇവിടെ വന്നപ്പോ അവിടെ ആലുവയിൽ ആശുപത്രി
നോക്കി ഞാൻ 47 കിലോ 43. എന്താ അത് ബിരിയാണി ആമിക്കുട്ടൻ്റെ തിക്കം പൈഡേസ്. അമ്മയുടെ കൊടുക്ക് ഇറക്കണ്ട. അയ്യാ വല്ലല്ലേ എനിക്ക് നോക്കി മുട്ടേനിട്ട് നീ അമ്മ മത്തടിച്ച് കിടക്കുന്നു. കൊറേയൊക്കെ ഞാൻ കേട്ടായിരുന്നു. ചേട്ടായി വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഭയങ്കര വലിയ ഷോക്കാരിയെ. ആമിക്കുട്ടനെല്ലാം പഠിച്ചു, എല്ലാം സ്കൂളിൽ മിടിക്കുകയായിരുന്നു. ആമിക്കുട്ട സ്കൂളിലെല്ലാം പഠിച്ചില്ലേ? അമ്മ കണ്ടായിരുന്നേ, ഉമ്മായിയമ്മ പഠിപ്പിച്ചൊക്കെ എഴുതി ഞാൻ കണ്ടായിരുന്നേ. സ്കോളർഷിപ്പ് വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വൈറൽ ഫീവർ ആണ്. ആശുപത്രി എല്ലാം എഴുതി വെച്ചേക്കുന്ന അവിടെ എല്ലാം. എല്ലാ നാട്ടിലും ചുറ്റാമ, എല്ലാ നാട്ടിലും വൈറൽ ഫീവറാ. ഭയങ്കര വലിയ പനിയാന്ന് പറഞ്ഞു. ഇറക്കി വിട്ടേക്ക്. അപ്പു അങ്ങനെ പോയിക്കോണെ ഇറക്കി വിട്ടേക്ക്. ഡാന്നെ കുളിച്ച് ഇറക്കി വിട്ടേക്ക്. എന്റെ കൊച്ചാവാ അവൻ ആമിക്കുട്ടനാ. വെച്ചേക്കട്ടെ. ഓക്കെ. അങ്ങനെ ഇടുക്കി വന്ന് ഇറങ്ങി കേട്ടോ. കാറിനൊരു പ്രശ്നമായിരുന്നു. നമ്മൾ പോകുന്നതിന് തലേദിവസം അല്ലേ, തലേദിവസമല്ല അതിന് മുമ്പത്തെ ദിവസം അല്ലേ തൊട്ട് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ 4:30 ബസ്സിന് പോകുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. ഈ നടുവെല്ലാം ഇടപാട് തീർന്നു. 8-6 ആയതേ ഉള്ളൂ കേട്ടോ. വക്കീൽ ഓഫീസ് തുറക്കാറായിട്ടില്ല. നല്ല തണുപ്പുണ്ട്. കാരണം കുറേ നാൾ കൂടി തണുപ്പടിച്ചില്ലേ രാവിലത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല ടയേർഡായിരുന്നു. ഉറങ്ങിയിട്ടൊന്നും ക്ഷീണമൊന്നും മാറുന്നില്ല. പക്ഷെ വരാതിരിക്കാൻ പറ്റുമല്ലാത്തതുകൊണ്ടാണ് വന്നത്. കാർ ഒട്ടും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇന്നലെ വിളി ചോദിച്ചു കാർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ ബ്രേക്ക് ഫോൾട്ട് എന്നാണ് കാണിക്കുന്നത്. ഇൻ കേസ് നമ്മൾ അതും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് തിരിച്ചു പോകുമ്പോൾ വളവെങ്കിലോ വല്ലോ വെച്ചിട്ട് ബ്രേക്ക് ഇട്ടതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പറ്റും. ഓൾറെഡി വണ്ടി അലാറം തന്നു ബ്രേക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ പോയി കംപ്ലയിൻറ്റ് പരിഹരിക്കണം. അതിന് കറക്റ്റ് സർവീസ് സെൻറ്ററിൽ തന്നെ പോകണം. നമ്മൾ എല്ലാ കേസും നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി തന്നെയാണ് മാറ്റുന്നത്. കാരണം പുറത്തൊന്നും ചെയ്താൽ ശരിയാകത്തില്ല. കാരണം ഹിസ്റ്ററി ശരിയാകത്തില്ല വണ്ടിയുടെ. അപ്പോൾ എന്തോ ചെറിയ പ്രശ്നമാണെന്തോ ചെറിയൊരു ബ്രേക്ക് സ്വിച്ചിൻ്റെ എന്തോ ചെറിയ പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ എന്നാലും റിസ്ക് ആണ്. അതുകൊണ്ട് വണ്ടി എടുത്തില്ല കേട്ടോ. ബസ്സിന് തന്നെ വന്നു. ബസ് ഇത്തിരി ടഫായിരുന്നു. ടഫെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭയങ്കര സ്പീഡിലാണ് വന്നത്. നല്ല സ്പീഡാണ് അല്ലേ. 1/2 മണിക്കൂർ മുണ്ടക്കയത്തിട്ടു. എങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തി. 20 മിനിറ്റ് എന്നാണ് 20 മിനിറ്റ് എന്നാണ്. അപ്പോൾ ആ സമയം മാത്രം ഇച്ചിരുന്ന് ഉറങ്ങാൻ പറ്റിയത്. വണ്ടി ഞങ്ങൾ കടയിൽ അവിടെ കൊണ്ടിട്ടിട്ടാണ് വന്നത്. കുറച്ച് ദൂരം ഇട്ടിട്ടാണ് വന്നത്. ഇപ്പോൾ പോയിട്ട് വേണം വണ്ടി തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇന്ന് തൊട്ട് ഹിയറിംഗ് തുടങ്ങുക എന്നാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയേക്കുന്നത് അല്ലേ. ഇത്ര നാളും ഇത്ര നാളും കോടതി കയറി നിൽക്കാൻ പോവായിരുന്നു. ഈ ഹിയറിംഗ് തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. സത്യം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പെട്ടി പോലും പൊട്ടിച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഒന്നും കൊടുക്കാനോ നമ്മൾ എല്ലാവർക്കും മേടിച്ചൊന്നും ഓപ്പൺ ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ കടയിലോട്ട് പോയി കുറേ കാര്യങ്ങൾ, കടയിൽ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് വന്നിട്ട് അമ്പിളി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഓടിക്കണമെന്നാണ്. പക്ഷെ അത് ഇന്ന് നടക്കില്ല നമുക്ക്. കാരണം ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് വണ്ടി അവിടെ ഒന്ന് സർവീസ് സെൻറ്ററിൽ ഏൽപ്പിച്ചിട്ട് വണ്ടി ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ട് വണ്ടിയായിട്ട് തന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം മിറ്റിലെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വണ്ടി ഇല്ലാതെ നടക്കില്ല. പോയി അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ.
അപ്പം 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് അവിടെ കടയൊന്ന് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. കടയിലെ കുറേ കാര്യങ്ങൾ മൊത്തം ഒന്ന് ഇങ്ങനെ ആയിട്ട് നിൽക്കുക. നമ്മളില്ലാത്തതുകൊണ്ട് ഒരു കുറേ ഇന്നലെ വൈകിട്ട് പോയിട്ട് പിന്നെ സമയം ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പോയി മുടിയൊക്കെ വന്ന് ഞാൻ പോയി വെട്ടി കേട്ടോ. ഭയങ്കരമായിട്ട് ഒരുപാട് ഇരിക്കുമായിരുന്നു. വെയിലടിച്ചടിച്ച് മുഖം കണ്ടോ കരിവാളിച്ച് 2 പറഞ്ഞ് ഭയങ്കരമായിട്ട് 5 കിലോ പറഞ്ഞു കേട്ടോ കുഞ്ചോസ്. ഞാനും എന്തായാലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്റെ വയറ് അത് കുറച്ച് ദിവസത്തെ ഫുഡിന്റെ ആണ്. അപ്പോൾ ഓക്കെ, എന്തായാലും കോടതിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഇത്രയും നേരത്തെ നമ്മൾ വന്ന് വക്കീൽ ഓഫീസിൽ കാത്തിരിക്കുന്നു കേട്ടോ, തുറക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ചാട്ടോ ഞാൻ 2 പൊറോട്ടയും വിളിച്ചു, 1 പൊറോട്ടയും കഴിച്ചു. പൊറോട്ട ഗ്രീൻ പീസ് കറിയും കഴിച്ചു കേട്ടോ. പിന്നെ ടോയ്ലറ്റൊക്കെ ഇവിടെ വന്ന് തുറക്കണം അല്ലേ, അതിൻ്റെ ഇത്ര രാവിലെ എണീറ്റ് വന്നോണ്ടേ. അയ്യോ നല്ല തണുപ്പുണ്ട്. സൂര്യൻ മുഖത്തടിച്ചാലും നല്ല ഇതുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. കാറ്റ് അതിൻ്റെ കൂട്ടത്തില്. ഇത്രയും ദിവസം ഡൽഹിയും ഹരിയാനയും ഭയങ്കര ചൂടല്ലായിരുന്നോ. ഇനി ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് പിടിച്ചു പോയി കേട്ടോ എല്ലാ കാര്യവും. ഇവിടെ വന്നിട്ട് ഭക്ഷണത്തിന് പോലെ ടേസ്റ്റ് ഇല്ല. നമുക്ക് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടൊന്നും തൃപ്തിയാവുന്നില്ല. അതെ, അതിനറിയാം. അവിടുത്തെ ചപ്പാത്തിയും പരിപ്പറിയും പിടിച്ചു പോയി. അതാ എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവിടുത്തെ ചപ്പാത്തിക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്, മനസ്സിലായോ. ചപ്പാത്തിയും ബട്ടർ റൊട്ടിയാണേ, ബട്ടർ റൊട്ടി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാ. അതായത് അവിടുത്തെ പരിപ്പൂറി, ഞാൻ ജീവിതത്തിൽ ഇവിടെ പരിപ്പൂറി കൂട്ടിയിട്ടേ ഇല്ലാത്ത ആള്. എനിക്ക് പരിപ്പൂറി കൂട്ടുമ്പോൾ ഛർദ്ദിക്കാൻ വരും ഇവിടെ. അത് ഞാൻ അവിടുത്തെ പരിപ്പൂറി കൂട്ടിയിട്ട് എനിക്ക് തൃപ്തി അങ്ങോട്ട് മതിയാവുന്നില്ല. എന്ത് കേട്ട് അവിടുത്തെ ടേസ്റ്റ് പിടിച്ചു പോയി കേട്ടോ. വെജിറ്റേറിയൻ അല്ലേ കംപ്ലീറ്റ്ലി. അച്ചാറിനൊക്കെ എന്റെ ടേസ്റ്റാ. തൈരൊക്കെ ഉണ്ടല്ലോ, എന്റെ അമ്മു, തൈരൊക്കെ എന്തേലും നമ്മള് കുടിക്കുന്നറിയോ. ഒരു ബൗള് തൈരിന് 90 രൂപയാ. അടിപൊളിയാ, പൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഫുഡ് പിടിക്കുന്നില്ല. ഇനി ഇവിടെ നിന്നാ ഫുഡ് റെഡിയായി വരണം, അഡാപ്റ്റ് ആയി വരണം. കൊറേ ദിവസം നോഹർ കി ഹവേലി അടിപൊളിയായിരുന്നു അല്ലേ ഫുഡൊക്കെ. ഓക്കെ, അപ്പൊ വക്കീല് വരുന്നോണം വരെ വെയിറ്റ് ചെയ്യട്ടോ. കോടതി കയറിയിട്ട് പോവാണ് കേട്ടോ. അവരിന്ന് ഹാജരായില്ല, അതുകൊണ്ട് കേസ് പിന്നെയും തള്ളി. 3:09 ഇന്ന് വാദം തുടങ്ങായിരുന്ന. അപ്പം അവിടെ ആൾക്ക് ശ്വാസം മുട്ടലാന്ന് തോന്നുന്നു പറഞ്ഞ് വന്നില്ല. ശ്വാസം മുട്ടലാന്നാ പറഞ്ഞ്. അപ്പോൾ ഒരു അസുഖത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ഓക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഡൽഹിയിൽ കുറേ കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു, കടയിലോട്ടുള്ള കുറേ കാര്യങ്ങളൂടെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് നമുക്ക് വരണം, കേസുള്ളതുകൊണ്ട് വരണമെന്നുള്ളതുകൊണ്ടാണ് ഫ്ലൈറ്റിന് ചാർജ് കൂടുതലായിട്ടും ട്രെയിന് വരാതെ ഫ്ലൈറ്റിന് വന്നത്. നമുക്ക് കുഴപ്പമില്ല. എന്തായാലും 3:09 ഞങ്ങള് റെസ്റ്റ് എടുത്തിട്ട് പോലും ഇല്ല, നേരെ വന്ന കേസിന്റെ ഒറ്റ കാര്യം. അതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി. അസുഖത്തിന്റെ ഒരു കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ KSRTC കയറിയിരിക്കുക. ഇനിയിപ്പോൾ മുണ്ടക്കയം പോയി ഇറങ്ങാന്ന് വെച്ചു. ചങ്ങനാശ്ശേരി എന്നിട്ട് അവിടെ നിന്ന് കയറാന്ന് വെച്ചു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അമ്പിളിച്ചേച്ചിയെ കണ്ടു കേട്ടോ. അമ്പിളിച്ചേച്ചി ഇവിടെ ഉണ്ട്. അമ്പിളിച്ചേച്ചിയുടെ കടയുടെ ഓണർക്ക് എന്താ വയ്യാഴിക. പിന്നെ ആച്ചുക്കുട്ടന് പനി. ഇപ്പം മഴ കാരണം മേസ്ത്രി പറഞ്ഞ് ഇപ്പം പണി നടക്കത്തില്ലാന്ന്. അപ്പോൾ മഴ കുറയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീക്കിലേക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോഴത്തേക്കും എൻ്റെ കാറും റെഡിയാവും. അപ്പം അവർക്ക് അങ്ങോട്ട് വണ്ടി പിക്കപ്പ് കയറത്തുമില്ല സാധനമായിട്ട്. ആ കയറ്റത്ത് കയറത്തില്ല. അപ്പോൾ ഒട്ടും പറ്റത്തില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ചത്തേക്ക് വിളിക്കുക ചേച്ചി, മഴയൊന്നും കുറഞ്ഞിട്ട് ഇങ്ങ് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതാരിത്? ആമി ചേച്ചിയാണിത്. എന്റെ ആമി ചേച്ചിയുടെ ഉടുപ്പെടുത്തിട്ട് നിൽക്കുവാണ് ഇങ്ങനെ. ആണോ? കൊല്ലാവോ? ആരെങ്ങനെ ഒരുക്കിയേ? കുഞ്ചു വന്നു. ഇഷ്ടപ്പെട്ടോ?
വണ്ടിയിൽ പോവാം. വണ്ടി വന്നില്ലല്ലോ. വന്നില്ലല്ലോ. വണ്ടി എവിടെ പോയി? എവിടെ പോയി ഓടിച്ചോ പൂച്ച? വണ്ടി ഓടിച്ച് ആണോ? ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു ഡപ്പു ഡപ്പു ഒന്ന് പാടാവോ? ആ ആ ആ സായിപ്പ് ആ കണ്ണിറുക്കി കാണിക്കേ. കണ്ണിറുക്കി കാണിക്കേ. എങ്ങനെ കണ്ണിറുക്കുന്നേ? ഞാൻ കണ്ടില്ലേ, ഞാൻ കണ്ടിരുന്നു. ഓ ഓ കണ്ണിറുക്കി കാണിച്ച്. എന്താ സീതേ? ആ ഞാനും നീയും ആ കൂട്ടല്ലേ. സ്കൂളിൽ പോകുന്നില്ലേ ഇനി? നമുക്ക് എഴുതാൻ പോകണ്ടേ നമുക്ക് അമ്പത്തില് എഴുതാൻ പോവാം. എഴുതാൻ പോവാം. ഓക്കെ. ഡൽഹിയിലോ? ഡൽഹിയിൽ പോകുന്നൊന്നും ഇല്ല. പൊടി. ഞാന് പഠിച്ചണോ? നീയും പഠിക്കണോ? ഡൽഹിയിൽ പോയി നീയും പഠിക്കണോ? ഞാനും പഠിക്കണോ? ഡൽഹിയിൽ പോയി പഠിച്ചണോ? ആണോ? ആദ്യമേ മോനൊന്ന് LKG പോയി വല്ലതും പഠിക്കുക, എന്നിട്ടല്ലേ ഡൽഹിയിൽ പോയി പഠിപ്പിക്കുന്നേ. എന്നാ ഇത്? സിംഹം ഉണ്ടോ? സിംഹം? ലയൺ ഉണ്ടോ? ലയൺ? ആരാ? ബൗബോ ഡോഗ്. മോനെ എങ്ങനെ മോനെ ദേഷ്യപ്പെടുന്ന? മോൻ ദേഷ്യപ്പെടുന്ന എന്നെങ്ങനെ എല്ലാരും പേടിപ്പിക്കുന്ന? പിന്നെ എങ്ങനെ കരയുന്ന? എങ്ങനെ എച്ചു ഇങ്ങനെ ചിരിക്കുന്നേ? എടി ആവിപ്പോനില്ലാത്തോണ്ട് സങ്കടമുണ്ടോടി നിനക്ക്? സങ്കടമാണോടി? ഉണ്ടോ? എത്ര സങ്കടം ഉണ്ടടി? കല്ല് കല്ല് തൂറ്റോ? എടി ആമിച്ചേച്ചിയെ കാണണോടി നിനക്ക്? കാണണോ? ദേ ഞാനൊരു കാര്യം പറയട്ടെ, കുഞ്ചു ഒന്നും മോന് മേടിച്ചില്ലേ ഡൽഹിയിൽ നിന്ന്? സങ്കടമുണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. കല്ലെല്ലാം പറക്കി വിടുന്നത് ഇപ്പം പിള്ളേർക്ക് ഇപ്പം കിട്ടും അടി. മറിക്ക ചൂരലോടി എടുത്തോണ്ട് വരട്ടെ. പെട്ടെന്ന് മറക്ക്. ചൂരലോടി എടുത്തോണ്ട് വരട്ടെ. മറിക്ക് ചൂരലോടി എടുത്തോണ്ട് വരാൻ പോഞ്ഞപ്പോ വളച്ചു. ഒരകല്ല മക്കര കണ്ടോ? ചൂച്ചു കണ്ട്. എടി അപ്പൂച്ചി കുഞ്ചുമ്മ എവിടെ പോയിക്കുവായിരുന്നു? ഡൽഹിയിൽ. എന്തിനാ പോയേ? പോയിട്ട് എന്തിനാ പോയേ? കരഞ്ഞു മോൻ. ഓ അതൊക്കെയാ പറയുന്നേ. ഡൽഹിയിൽ പോയിട്ട് അപ്പൂച്ചി എന്നെ എടുക്കാനാ പോയേ? മുട്ടായി മേടിക്കാനാണോ പോകുന്നത് ഡൽഹിയിൽ ആരെങ്കിലും? നീ ഇവിടെ മുട്ട ഒന്നുമില്ല. വരുന്നുണ്ട് മോനെ, വരുന്നുണ്ട് അപ്പൂമ്മ. ഞാൻ ഇപ്പൊ കണ്ട് ഞെട്ടുപോയി. സുന്ദരീനെ കണ്ടിട്ട്, ഈ സമ്പന്തേരിയും കണ്ടിട്ട് ഇപ്പൊ ഞെട്ടുപോയി. എന്നെ ചെയ്തു കൊള്ളാവോന്ന് ചോദിക്കാം അപ്പച്ചോട്. സുന്ദരി ആയോന്ന് ചോദിക്കേ. സുന്ദരി ആയോന്ന് ചോദിക്കേ. ഇറങ്ങി വരുമ്പോൾ ചോദിക്കണേ. ഉടുപ്പ് കാണിച്ചിട്ട് കൊള്ളാവോടാന്ന് ചോദിക്കാനോട്. ഒന്ന് ഇറങ്ങുന്നില്ല. ചോദിക്കേ കൊള്ളാവോടാന്ന് ചോദിക്കും. കൊള്ളാവോടാന്ന് ചോദിക്കും. എടാ ആമിയുടെ ഉടുപ്പല്ല, അതിന് അപ്പത്തൊട്ട് ആമി ചേച്ചി എന്നാണ്.
മുടി വിങ്ങി തന്നെ മുടിയാരാ വിങ്ങി തന്നെ കാറ്റടിക്കുമ്പോ സ്റ്റൈലായിരുന്നു. അപ്പന്റെ സൗണ്ട് കേട്ടോ ഓടി അറിയാവുന്നതാണ്. പറ്റിക്കുഞ്ഞോ പറ്റിക്കുഞ്ഞാണോ ചുറ്റുമണിയല്ലേ? ഒരാൾ ദുബായിക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ചേച്ചി കൊടുത്ത ഉമ്മയെല്ലാം തൂത്ത് കളയുന്നുണ്ട്. ഓഹോ അയ്യോ ചിട്ടു എങ്കിൽ കയറി വന്നേ. വാ 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 കയറിയ അത് കയറി കയറി കയറി. ആ ഇട്ട് ഡൽഹിക്കാരി അമ്മായി വന്നു കേട്ടോ. അതെ അമ്മാരുടെ 300 രൂപയുടെ ബാഗ് കേട്ടോ ഇത്. ആ 300 രൂപ ഞാൻ ഇത് 30 രൂപയ്ക്ക് മേടിച്ച 300 അമ്മാര് പറയുന്ന ആദ്യം. കാരണം സാധനങ്ങളെ മേടിച്ചിട്ടേ 300 രൂപ അമ്മാരുടെ സ്റ്റാർട്ടിങ് പറയുന്നത്. അത് ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തിന് 20 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു വന്നു. 15 രൂപ പറഞ്ഞു. ആ അങ്ങനെ വരും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി ഷർട്ടാണ് കേട്ടോ. ഈ പ്രാവശ്യം സെയിം ഷർട്ട് എടുത്തിട്ട് ഇവള് പറയുക ചേട്ടാക്ക് അല്ല ഈ സെയിം കളർ ഇത് തന്നെ. ആ സെയിം കളർ ഞാൻ പറയടി ചേട്ടയ്ക്ക് ഉണ്ടടി. ആ റേഷനറി മേടിക്കാലോ. നോക്കി വരണം ഇരിക്കുന്നത് ഇവിടെ വന്നപ്പോ അമ്മയായിട്ടായി കേട്ടോ. ഭയങ്കര കമ്പനി എടുത്തി. നീ ഇവളുടെ പാൽപ്പല്ല് കാരണം ഇത് കടിച്ച് പറിച്ച് മൊത്തം കേട്ടോ ഇവിടെ എല്ലാം കളഞ്ഞു. അതുകൊണ്ട് അച്ഛൻ കെട്ടി വെച്ചേക്കുക കണ്ടോ. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ആ കുഞ്ഞ് നിന്റെ കുഞ്ഞ. ആ ഇട്ട് കാണിക്കാം കേട്ടോ. ചിട്ടോ അല്ല അതിന് ഇതുണ്ട് മറ്റേ കയ്യില് വള്ളിയുണ്ട്. അയ്യോ അയ്യോ ഇവളെ വൈകിട്ട് ഇവക്ക് ഇത്തിരി ഓട്ട കൂടുതലാ. ഇവളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോഴേ അപ്പൊ നമുക്ക് ഇവാ അവക്ക് അതൊന്നും ഇറ്റില്ല. അവളെ അയച്ചു വിട്ടേക്കടി. വാ 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 ദേഷ്യ ദേഷ്യ. ആ ചോദിച്ച എന്ത് സാധനം ബാഗ് മാറിപ്പോയത്. 300 പറയുന്നത് 300. ഇത് ഡൽഹിയിൽ നിന്ന് മേടിച്ച വെട്ടിയമ്മേ. ആ 1200 രൂപ. ആ 2500 രൂപ പറയും. വില വെച്ച് ഞങ്ങൾ 3 എണ്ണം മേടിച്ചു. ആ പിന്നെ ഇഷ്ടം പോലെ ഇത് വെക്കാം. 3 എണ്ണം മേടിച്ചു ഞങ്ങൾ 3 പേര്. ആ 1500 രൂപ കുറച്ച് തരത്തിലായിരുന്നു പള്ളി. 3 എണ്ണം ആണെങ്കിൽ 2 എണ്ണം ആണെങ്കിൽ 1200 രൂപയ്ക്ക് തരാൻ പറഞ്ഞു. അന്നേരം അത് കഴിയുമ്പോഴും അവള് വന്ന് പറഞ്ഞ അല്ല ചേച്ചി പറഞ്ഞു ഒരെണ്ണൂടെ വേണമെന്ന്. അത് വലുതല്ലേ, അത് ഇത്തിരി കൂടിയ വെട്ടി. അത് ആ ഒരു ബാഗിന്റെ വിലക്ക് കിട്ടിയില്ലേ. ആ മതി ഇത് മതി ധാരാളോ. നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമുണ്ട്. ആ നമ്പറിലൊക്കെ ഉണ്ട്.
നിനക്കൊന്നും ഇല്ലേടി അതിന്. അവക്ക് ഓൾറെഡി വീടൊക്കെ കൊടുത്തു കേട്ടോ അവളുടെ. അത് നിനക്ക് വീട് തന്നില്ല, നിനക്ക് വീട് മതി കൊണ്ട് വീട് കൊണ്ട് തന്നില്ലേ? വഴക്കായിട്ട് വീട് എടുത്തു കൊടുത്തു കേട്ടോ. ഈ ലക്ഷ്മണിക്ക് ഒന്നുമില്ല കേട്ടോ. വെക്കാതെ വെക്ക്, ഒരു സൂത്രവാ. പേടിച്ചു പോയോ? എന്നാ ആമി ചേച്ചിനെ കാണിച്ചു കൊടുക്ക. അയ്യേ, പിന്നെ ആദ്യം വലിയ ജാടയായിരുന്നല്ലോ. ഇവിടെ നീങ്ങി വാ, വായിന്ന് കൈ എടുത്തേ. ഇവിടെ ഞെക്ക്. ആ ഇത് കറക്റ്റ് പോയല്ലേ. വായിന്ന് കൈ എടുക്ക്. ഇങ്ങോട്ട് നോക്കിയേ, ചിറ്റാമിക്ക് വെച്ചു കൊടുത്ത്. ചുറ്റു സമ്മതിക്കത്തില്ലേ? ചേർത്തില്ല, അവൾ തല ചേർന്നത്. താഴെ പിടിക്കും മോനെ, താഴെ പിടിച്ച് ഞെക്ക്. അങ്ങനെ കൊള്ളാല്ലേ സാധനം. നിങ്ങളുടെ സാധനം കഴിഞ്ഞു കേട്ടോ. ചിറ്റാമിക്കുള്ള ചുരിദാർ തുണി. ചുരിദാർ തുണി കേട്ടോ. ആ നല്ല ചുരിദാർ തുണി. സാരി വേറെ മെറ്റീരിയലൊക്കെ പറ്റുന്നില്ല. മറ്റേ അന്നത്തെ പോലത്തെ പച്ച വന്ന് അത് നല്ല അല്ല ഡബിൾ എക്സൽ വേണ്ടല്ലോ, ലാർജ് മതിയാവും. എനിക്കാ ഡബിൾ എക്സൽ. നല്ല സെറ്റ് കേട്ടോ, നല്ല ഫിറ്റ് ആയിരിക്കും, നല്ല മെറ്റീരിയൽ. അത് ഇവിടെ ആ ഷർട്ടിന് ഒരു 600 രൂപ 700 രൂപ ആവും. അത് എത്ര ഐഡിയന് 150 രൂപ 150 രൂപ. അല്ല അല്ല അത് 150 അല്ല, അതിന് 200. അല്ല ആ അതാ 200. ആ അത് 150 ആമേ. അല്ല അല്ല കറക്റ്റ് മീഡിയം മേടിച്ച്.
കണ്ടോ? ഞാനില്ലേ? ഇത് അപ്പു ആദ്യം എടുത്തു. ഇതാ 200 ആ അത് 200. അത് എത്ര സൈസ് എന്ന് നോക്കിയേ? അത് എക്സല്ല, അത് എന്റെയാ. എല്ലാം സെയിം മെറ്റീരിയലുകളാ. ഇവിടെ നല്ല റേറ്റ് ആയി ഷർട്ടിന്. ഈ സെയിം മെറ്റീരിയൽ ഇവിടെ ചോദിച്ചു. നല്ല തുണിയാ. ഇതേ കഴിഞ്ഞ വർഷം മേടിച്ച 150 ആയി ഇരിക്കുന്നത്. ഇത് കണ്ടോ? ചുങ്കടി എന്തെങ്കിലും കണ്ടാലും ഓറഞ്ചേനെ അമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്നു. ഇല്ലേ ഇത് പറഞ്ഞാൽ സെയിം ഇല്ലായിരുന്നു. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആ പിന്നെ എല്ലാം അല്ല കൊറേ ഉണ്ടായിരുന്നു കളേഴ്സ്. അമ്മ കണ്ടിട്ട് പറഞ്ഞു ഇത് മതി. ഇതുപോലത്തെ ഒരു ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ആമി ഇപ്പൊ ഇന്ന് സ്കൂളിൽ കിട്ടത്. അത് നല്ലതാ മെറ്റീരിയല്. നാളെ കൂളി ഇട്ടോട്ട് പോവാം കേട്ടോ. ഇത് ഒരേ ഹൈറ്റ് ആണല്ലോ ഇവിടെ. ഓ മൈ ഗോഡ്. വെച്ചുവെത്തിരി പൊക്കം വെച്ച് നമ്മള് പോയിട്ട് വന്നേ. ഇവിടെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും സോനപ്പാപ്പിട് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മറ്റേത് ഈ പ്രാവശ്യം ഒത്തിരി ഇല്ല ഇല്ല. അതെ അതെ. പിന്നെ ഫ്ലൈറ്റിന് വന്നോണ്ട് വെയിറ്റ് അധികം കയറ്റാൻ പറ്റുമല്ലോ. പിന്നെ അച്ചാച്ചന് 3 ജിമ്മിലിടാനായിട്ട് ബില്ല് ഞാൻ ആ ഇവിടെ വിലയാ. ഇവിടെ ഒരു 300-400 രൂപ. അത് ഇതിപ്പോ 150-100 രൂപയ്ക്ക്. 3 എണ്ണത്തിന് 3 അല്ല 4 എണ്ണം ഇല്ലേ? കാണിച്ചായിരുന്നു മൊബൈലിന്റെ കവർ. കവർ കവർ. പിന്നെ മേടിച്ചത് എനിക്ക് വേണ്ടിട്ട് തന്നെ ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് 80 രൂപയുടെ സാധനങ്ങൾ പെറുക്കി എടുത്ത് 80 രൂപയുടെ ടോപ്പുകൾ. ഇത് 4 80 രൂപയുടെ. എന്റെ അവിടെ കണ്ടാൽ ഞാൻ എടുക്കുമല്ലോ. എന്തായിട്ടാമേ കേട്ടില്ല. എടി ചിറ്റാമ എന്താ പറയുന്നു? ആ ഇതല്ല ഇതോ. ഇതൊന്നും ഇതിങ്ങനെ ഇടാൻ വേണ്ടിയല്ല. ഇതിന്റെ കൂടെ സ്ട്രഗ് ഞാൻ മേടിച്ചിട്ടുണ്ട്. കണ്ടപ്പോ നല്ല ക്വാളിറ്റി ഉണ്ട്. 80 രൂപയ്ക്ക് നല്ല ലാഭം. പിന്നെ സ്ട്രഗ് ഇതിന്റെ അല്ല, ഇത് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് 150 പിന്നെ 80 രൂപ. നല്ല ക്വാളിറ്റി ആയിട്ട് സത്യം നല്ല ക്വാളിറ്റി ഇല്ലേ? ഞാൻ മറ്റേ ജീൻസ് ഇപ്പൊ മാസം ജീൻസ് ഇനി ഇതാ ഇട്ടോണ്ട് വന്നു. നിങ്ങൾ കണ്ടായിരുന്നു? ഇതാ ഇട്ടോണ്ട് ഇങ്ങോട്ട് വന്ന് ഫ്ലൈറ്റ് ആയിട്ടോണ്ട് വന്നില്ലേ? ഫ്ലൈറ്റ് അല്ല
കറുത്ത ബനീനകത്ത്. ആ ഇത് ഹിസാറിന്ന് മേടിച്ച 250 കേട്ടോ. ഇട്ടോ എല്ലാം ഒത്തിരിയാണ് ഞാൻ പറഞ്ഞ അവിടെ വെച്ച്. നല്ല ജീൻസിന്റെ കൂടെ ഇത് അമ്മയുടെ ഫിറ്റുള്ള ജീൻസ്. ഞാനൊരു ജീൻസും ഇത്രയും ടോപ്പ് മേടിക്കാൻ വേണ്ടി തന്നെ പോയതാ. അല്ല ഈ ജീൻസിന് 500 രൂപയുള്ളൂ കേട്ടോ. ആ ഇവിടെ 1200 രൂപ 1300 രൂപ പെമ്പിള്ളാറ ജീൻസിന്. നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ്. ഇത്രയല്ലേ ഉള്ളൂ. ഫ്ലൈറ്റിന് വന്നോണ്ട് നമുക്കൊന്നും അധികം കൊണ്ടുപോകാൻ. ആ അല്ല അത് അവരുടെ കുറച്ച് ഐറ്റംസ്. പക്ഷെ നമ്മളെല്ലാം കണ്ടു എന്തൊക്കെയാണ്. നമുക്ക് വീടൊക്കെ പണിയുമ്പോൾ മേടിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ആ വീട് പണിത് കഴിയുമ്പോൾ പോകണം. ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ചെറിയ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വരും. ഞാടി ആ അല്ല ചാർജറിന്റെ മേളിൽ ഇടുന്ന കവർ, ഫോൺ കവറിന്റെ കൂടെ മേടിച്ചതാ. വേണ്ടേ അതിനുള്ള വള്ളി ചുറ്റാത്തിരി ഡാമേജ് ആവത്തില്ലേ? നല്ല ക്യൂട്ടാ. ഹലോ പട്ടിഷ വേണ്ട കണ്ണാപ്പി. നമ്മുടെ ഫോണാണ്. ഹലോ അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. കുഞ്ചു ദിവസം ഉറങ്ങി എണീറ്റപ്പോ ഇത്തിരി ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. കണ്ണൊക്കെ അകത്തായിരുന്നു, തലവെട്ടിക്ക് അകത്ത് പോയിരിക്കായിരുന്നു അല്ലേ? ഇപ്പൊ നോക്കിയായി വന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ മൊത്തം കരിവാളിച്ചു മുഖം ഫുള്ള്. ഇനിയിപ്പോ അത് സെറ്റായി വരണം കേട്ടോ. അത് പിന്നെ ഒത്തിരി കടന്നു. കാരണം വെയിലത്ത് ഫുള്ള് വെയിലല്ലേ, ഒരു തുള്ളി വെയിൽ ഞങ്ങൾ വിട്ടിട്ടില്ല. ചൂടുണ്ട്. ഞങ്ങൾ എന്നപ്പോ വെള്ളപ്പൊക്കമായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നതിന്റെ തലേദിവസം വരെ ഞങ്ങൾ എന്നും ഇനി ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഐശ്വര്യമായിട്ടാണ്. പക്ഷെ വെള്ളപ്പൊക്കം അത്രയും വേസ്റ്റും അഴുക്കും ഒക്കെ ആയിട്ടേ നടക്കാൻ പോയ ഭയങ്കര സ്മെല്ലായിരുന്നു അന്ന്. പക്ഷെ ഞങ്ങൾ എന്നപ്പോ ഒരു പ്രശ്നമില്ല. പിന്നെ മലയാളി പിള്ളേർ ഒരുപാട് പേരുണ്ടായിരുന്നു. 100-200 പേരോളം ഉണ്ടായിരുന്നു അല്ലേ മലയാളി പിള്ളേർ. മിക്കവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ കോളേജില്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. ടാറ്റാ. ഓക്കെ ടാറ്റാ.